ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത്, അതായത് ഒടയഞ്ചാലിൽ നിന്ന് മുത്തപ്പൻ്റെ തെയ്യമുണ്ട്. അപ്പം നമ്മൾ അത് കാണാൻ പോകുന്നതാണ്. സമയം ഒരു 12 മണി ആവാനായിട്ടുണ്ട്. കാരണം അത്ര വൈകിയെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ താഴെ തന്നെ ഒരു പതിയുണ്ട് ദൈവത്തിൻ്റെ തെയ്യെല്ലാം നടക്കുന്നത്. അപ്പോൾ ആടെ കഴിഞ്ഞ പോലെ ഇതേ സമയത്താണ് തെയ്യം ഉണ്ടായത്. പക്ഷേ ഇക്കൊല്ലാടെ തെയ്യമില്ല. അപ്പോൾ അതിന് വരെ എന്തോ ചടങ്ങാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആടെ പോയിട്ടാണ് നമ്മൾ ഇവിടത്തേക്ക് തെയ്യം കാണാൻ പോകുന്നത് മുത്തപ്പൻ്റെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നടന്നിട്ട് തെയ്യത്തിൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ വീട്ടിന് കുറച്ച് ഇറങ്ങി നടന്നിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് റിക്ഷ കിട്ടിയിട്ട് അവിടെയും ചാലത്ത് ഒരു അറിയുന്നവർ തന്നെ റിക്ഷ ഉണ്ടായിന്. അപ്പോൾ നമ്മളോട് പറഞ്ഞ് കയറിക്കോന്ന്. അപ്പോൾ നമുക്ക് ലക്കടിച്ചാലും നമ്മൾ മൂന്നാളും കയറിയിട്ടുണ്ടായിന് റിക്ഷയിൽ. എന്നിട്ട് നമ്മളെ ഒടയഞ്ചാൽ വരെ ആക്കിയിട്ടുണ്ടായിന്. ഭയങ്കര ഭാഗ്യമായിപ്പോയി. കാരണം ഉച്ച സമയം കൂടിയല്ലേ, നല്ല വെയിലുണ്ടായിന്. 2 ദിവസം മഴ ഉണ്ടായിന്. പക്ഷേ ഇന്ന് എന്താ പറയുക, നല്ല വെയിലുണ്ടായിന്. എന്തോ ഭാഗ്യം, തെയ്യത്തിൻ്റെ എന്തോ ഭാഗ്യമില്ല പോലെ ഇന്ന് വെയിലാണ് ഉണ്ടായത്, മഴയൊന്നും പെയ്തിട്ടുണ്ടായിട്ട്. അപ്പോൾ അവർ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലാക്കിയിട്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് നടക്കാൻ, എന്നിട്ട് ഒടയഞ്ചാലിൽ നിന്ന് അവരോട് താങ്ക്സ് എല്ലാം പറഞ്ഞിട്ട് നമുക്ക് അറിയുന്നവർ തന്നെയാണ് കേട്ടോ. അവിടുന്ന് കുറച്ചേ നടക്കാനുണ്ടായിട്ടു. അപ്പം നമ്മൾ അവിടുന്ന് നടന്നിട്ട് പോകുന്നതാണ് തെയ്യത്തിൻ്റെ അടുത്തേക്ക്. കുറച്ചേ ഉണ്ടായിട്ടു. പണ്ട് നമ്മൾ ഇവിടുന്ന് നമ്മൾ അയ്യപ്പൻ വിളക്കിനെല്ലാം നമ്മൾ താലപ്പൊലിയെല്ലാം പിടിച്ചിട്ട് പോകുന്നത്. താലപ്പൊലിയെല്ലാം ഫസ്റ്റ് വരുന്ന സ്ഥലം, അതായത് ആടെ നിന്നാണ് എടുക്കുന്നത് താലപ്പൊലി. അപ്പോൾ ആടെയാണ് നമ്മൾ ഇന്ന് തെയ്യം കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നടക്കാനില്ല, ഓട്ടോറിക്ഷ നിർത്തിയിടത്തുനിന്ന് കുറച്ച് നടന്നാൽ മതി. അപ്പോൾ തന്നെ നമ്മളവിടെ തെയ്യത്തിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ വേഗം എത്തിയിട്ടാണ്. പിന്നെ അവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ടായി. നമ്മൾ അപ്പോഴേ വിചാരിച്ച് ഫുൾ തിരക്ക് തന്നെ ആയിരിക്കും, കാരണം അത്രയും വണ്ടി ഉണ്ടായിന്. പക്ഷേ ഉള്ളിൽ കയറിയിട്ടാകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിട്ടാ. അധികം തിരക്കേ ഉണ്ടായില്ല. തൂവാനൊന്നും അധികം തിരക്കേ ഉണ്ടായിട്ടില്ല. പിന്നെ ഇതാ മുത്തപ്പൻ തെയ്യെല്ലാം തൂവാനുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തെയ്യെല്ലാം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു വരുന്നത്. കുറച്ച് ലേറ്റ് ആയിപ്പോയി. പിന്നെ നമ്മൾ നേരെ തൂവാൻ നിന്നു കേട്ടോ. കാരണം തിരക്ക് കുറച്ച് കുറവുണ്ടായിനി. ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ തൊഴുതിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകും, അതായിരിക്കും നല്ല. അല്ലെങ്കിൽ ചോറ് നിന്നിട്ട് തെയ്യത്തിന് തൂവാൻ നിന്നാൽ നല്ല ക്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ചോറ് മേടിച്ചു. സാമ്പാർ ഉണ്ടായിന്, എലിശ്ശേരി ഉണ്ടായിന്, പിന്നെ കക്കരിക്കപ്പരക്ക് ഉണ്ടായിന്, അങ്ങനെ എല്ലാം ഉണ്ടായിന്. അങ്ങനെ ചോറെല്ലാം മേടിച്ചിട്ടാകുമ്പോൾ പിന്നെ പായസം ഉണ്ടായിന്. പായസം എന്തിൻ്റെ പായസം എന്നൊക്കെ ഓർമ്മയില്ല. എന്തോ പായസം ഉണ്ടായി, നല്ല പായസം ഉണ്ടായി. ഇവർ രണ്ടാളും പായസമൊന്നും കുടിച്ചിട്ടുണ്ടായിട്ട്, ഞാൻ മാത്രമേ കുടിച്ചിട്ടുണ്ടായിട്ടു. അമ്മയൊന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ 3 മാത്രമേ വന്നിട്ടുണ്ടായിട്ടു. കാരണം അമ്മയല്ലേ രാവിലെ 4 മണിക്ക് തെയ്യം കാണാൻ വന്നിട്ടുണ്ടായിന്. അവരൊരു 8:30 ആകുമ്പോഴാണ് വീട്ടിലെത്തി. തെയ്യം കഴിഞ്ഞിട്ടല്ല, തെയ്യം കണ്ടിട്ട്. അപ്പോൾ അവർ രാവിലെ വന്നുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് വന്നത്. നമ്മൾ രാവിലെ വിളിച്ചു, എന്നെല്ലാം വിളിച്ചിട്ടുണ്ടായി. എനിക്ക് എണീക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ മാത്രം പോയി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് വന്നതിന്. പിന്നെ മുത്തപ്പനെ കണ്ടു, കുറേ പ്രാർത്ഥിച്ചു, പറയാനുള്ളതെല്ലാം പറഞ്ഞു. അങ്ങനെ അവിടെ കുറച്ച് സമയം നിന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് വരിക ചെയ്തത്. പിന്നെ അവിടെ കുറേ ക്യൂ ഉണ്ടായിന്. ഇപ്പം അപ്പുറത്തെ സൈഡ് ഭയങ്കര ക്യൂ ഉണ്ടായിന്. പക്ഷെ മുത്തപ്പൻ്റെ അടുത്ത് അധികം ക്യൂ ഉണ്ടായിട്ടില്ല, അധികം ആളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പുറത്താണ് കുറച്ച് ക്യൂ ഉണ്ടായത്. കാരണം ഇവിടെ തോതിട്ട് എല്ലാവരും അപ്പുറത്തേക്ക് പോയതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളെല്ലാം തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചേറലായി. ഇവിടെ അടുത്ത് മുത്തപ്പൻ തെയ്യം ഉണ്ടായിട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് തെയ്യം കാണാൻ വരുന്നത്. ഞാൻ മാത്രമായിരിക്കില്ല, ഇവരെല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഇവിടെ തെയ്യം കാണാൻ വന്നത്. കഴിഞ്ഞോളം തെയ്യം ഉണ്ടായിരുന്നു, അപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴാണ് വരാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും നമ്മൾ 3 കൂടിയിട്ടാണ് വന്നത്. വേറെ ആരും ഉണ്ടായിട്ടില്ല. പിന്നെ രേവതിൻ്റെ അമ്മയിലും ഉണ്ടായിട്ടോ. അവർ റിക്ഷക്കാന്ന് വന്നു, ഓട്ടോറിക്ഷയ്ക്ക്. നമ്മളോട് പറഞ്ഞു വണ്ടിയിൽ എന്തായാലും ഫുള്ളായിരിക്കും, നിങ്ങൾ നടന്നോന്ന് പറഞ്ഞിട്ട് അവർ റിക്ഷയ്ക്ക് വരാൻ വിചാരിച്ചിട്ടുണ്ടായത്. നമ്മൾ നടന്നിട്ടും വരാനും. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് റിക്ഷ കിട്ടണം, നമ്മൾ വേഗം എത്തിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പോയതിന് ശേഷമാണ് അവരെത്തിയത്. പിന്നെ നമ്മൾ നേരെ ഒടയഞ്ചാൽ ടൗൺ വന്നിട്ടാ. അപ്പോൾ ഒടയഞ്ചാൽ ടൗണിലേക്ക് പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് സാധനമെല്ലാം മേടിക്കാനുണ്ടായി വീട്ടിലേക്ക്. അങ്ങനെ നമ്മളൊരു പീടികയിൽ പോയിട്ട് സാധനമെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുക ചെയ്തത്. ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇല്ലേ, നമ്മൾ ഷോർട്ട് കട്ടില്ലേ, വീട്ടിലേക്ക് പോകാൻ ഷോർട്ട് കട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന വെള്ളച്ചാട്ടമാണ് കേട്ടോ. പണ്ട് ഇത് ഭയങ്കര രസമുണ്ടായി. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫുൾ മഴയെല്ലാം പെയ്ത് ആ വലിയ മരമെല്ലാം താഴേക്ക് പൊളിഞ്ഞ് വീണിട്ടാകുമ്പോൾ അവിടെ ഫുൾ വെളിച്ചായി. ആ ഇരുട്ടില്ലേ ഇപ്പോൾ, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയെല്ലാം പോയി. പിന്നെ ഇതാ ഞാൻ കുറച്ച് എൻ്റെ നാടിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ എല്ലാം എടുത്തതാണ്. നല്ല രസമാണ് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാളും രസമാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.